നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ റയൽ മാഡ്രിഡ് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. വലൻസിയയായിരുന്നു റയലിനെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. നമുക്കറിയാം, റയൽ മാഡ്രിഡ് ആദ്യം 2 ഗോളുകൾ വഴങ്ങിക്കൊണ്ട് പിറകിലായിരുന്നു. പക്ഷേ വിനീഷ്യസ് ജൂനിയർ നേടിയ ഇരട്ട ഗോളുകൾ അവരുടെ രക്ഷക്കെത്തുകയായിരുന്നു. മത്സരത്തിന്റെ അവസാനത്തിൽ വലിയ വിവാദങ്ങൾ പിന്നീട് സംഭവിച്ചു. അതായത് ജൂഡ് ബെല്ലിംഗ്ഹാം ഒരു ഹെഡർ ഗോൾ നേടിയിരുന്നു. അതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് റഫറി ഫുൾ ടൈം വിസിൽ മുഴക്കുകയായിരുന്നു. ഇത് വലിയ വിവാദമായി. ബെല്ലിംഗ്ഹാം റഫറിയോട് തർക്കിക്കുകയും അദ്ദേഹത്തെ തെറി വിളിക്കുകയും ചെയ്തു. ഇതോടെ റഫറി അദ്ദേഹത്തിന് റെഡ് കാർഡ് നൽകുകയായിരുന്നു. പിന്നാലെ ലാലിഗ 2 മത്സരങ്ങളിൽ ഈ താരത്തിന് വിലക്ക് പ്രഖ്യാപിച്ചു. ഈ വിലക്കിനെതിരെ റയൽ മാഡ്രിഡ് അപ്പീൽ നൽകിയിരുന്നു. പക്ഷെ ആ ഒരു അപ്പീൽ ഇപ്പോൾ ഫലം കണ്ടിട്ടില്ല. ലാലിഗ അത് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം അടുത്ത 2 മത്സരങ്ങളിലും ബെല്ലിംഗ്ഹാം പുറത്തിരിക്കണം എന്നുള്ളതാണ്. മാർച്ച് 10-ാം തീയതി സെൽറ്റ വിഗോക്കെതിരെ റയൽ മാഡ്രിഡ് ലീഗ് മത്സരം കളിക്കുന്നുണ്ട്. അതിനുശേഷം മാർച്ച് 16-ാം തീയതി ഒസാസുനയാണ് റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ. ഈ 2 മത്സരങ്ങളിലും മധ്യനിരയിലെ ഈ ഒരു സൂപ്പർ താരം ഉണ്ടാവില്ല. ഏപ്രിൽ 1-ാം തീയതി അത്ലറ്റിക് ക്ലബിനെതിരെയാണ് പിന്നീട് ജൂഡ് ബെല്ലിംഗ്ഹാം ലീഗിൽ റയലിന് വേണ്ടി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക. റയലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ബെല്ലിംഗ്ഹാമാണ്. അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. 20 ഗോളുകളും 9 അസിസ്റ്റുകളും അദ്ദേഹം ഈ സീസണിൽ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. താരത്തിന്റെ അഭാവം അത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.